ഹലോ ഫ്രണ്ട്സ്, ഫിലിമി ഹെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോ എന്ന മൂവിയിലെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഇത് ടിക്കറ്റ് എല്ലാം തന്നെ ഫുള്ളായിട്ട് ആകെ ഇപ്പൊ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തായിരിക്കും നാളെ നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നോക്കാനായിട്ട് പോകുന്നത്. ഈ സിനിമയ്ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ടോട്ടലി വെർത്ത് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാർക്കോ എന്ന മൂവിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ കണ്ടത് വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും മാർക്കോ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് അതുപോലത്തെ കുറെ എലമെന്റ്സ് ഉണ്ട്. ഈ ഒരു മൂവി നമ്മൾ തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി വെർത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്ത് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേക്കിംഗ് ആണെങ്കിൽ വേറെ ലെവലായിട്ടാണ് പടത്തിന്റെ മേക്കിംഗ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ടുവന്ന ക്ലീഷേ ടൈപ്പ് സ്റ്റോറി ലൈൻ ആയിരിക്കാം, പക്ഷേ അതിന്റെ മേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലായിട്ടായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുക. അത് നമുക്ക് ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം കൂടിയാണ്. മാത്രമല്ല ഈ മൂവിയിൽ നിന്ന് കുറെ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ തല ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഈ മൂവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുറെ ബ്രൂട്ടൽ ആയിട്ടുള്ള സീനുകൾ മൂവിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ സീനുകൾ നമ്മൾ ഹോളിവുഡിലായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഒരു സമയത്ത് ഇവിടെ മലയാള മൂവിയിൽ ഇങ്ങനൊരു സീനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള പടം വരാൻ വേണ്ടി പോകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മൂവിയിൽ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. അതായത് മാർക്കോ എന്ന ക്യാരക്ടർ ആരാണെന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കായേൽ എന്ന മൂവിയിൽ മാർക്കോ എന്ന ക്യാരക്ടറെ നമുക്ക് കാണാൻ സാധിക്കും. ആ മാർക്ക് തന്നെയാണോ ഈ മാർക്കോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാളും സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. പലരും പറയുന്ന കേട്ടു ഇത് മാർക്കോ സീനിയർ ആണ് വരാൻ പോകുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, മിക്കായേൽ മൂവി കണ്ട അതേ മാർക്കോ തന്നെയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതായത് മാർക്കോ ജൂനിയർ തന്നെയാണ് ഈ മൂവിയിൽ മാർക്കോ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിന്റെ സ്റ്റോറി അടക്കാൻ വേണ്ടി പോകുന്നത് മിക്കായേൽ എന്ന മൂവിയുടെ മുമ്പുള്ള കഥകളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മിക്കായേൽ എന്ന മൂവിയുടെ ക്ലൈമാക്സിൽ മാർക്കോ മരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നിവിൻ പോളിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള മൈക്കിള് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മാർക്കോനെ വരഞ്ഞു വീഴ്ത്തുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ബ്രെയിൻ ഡെത്ത് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കോ മരിക്കുന്നതായിട്ടാണ് മിക്കായേൽ എന്ന മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും മാർക്കോ എന്ന മൂവിയുടെ സ്റ്റോറി നടക്കാൻ വേണ്ടി പോകുന്നത് മിക്കായേൽ എന്ന മൂവിക്ക് മുമ്പുള്ള കഥകളാണ്. അതായത് മിക്കായേൽ എന്ന മൂവി തന്നെ പറയുന്നുണ്ട് ഇവരെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഗോൾഡ് ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂവിയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഒരു കുടുംബത്തെയാണ്. ആ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന ട്രാജഡിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കോ ജൂനിയറിന്റെ ചേട്ടനായിട്ടുള്ള ജോർജ് പീറ്റർ അത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയും അതിനുശേഷം മാർക്കോ ജൂനിയർ അതിലേക്ക് ഇറങ്ങുന്നതായിട്ടായിരിക്കും നമ്മൾ സിനിമയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഒഫീഷ്യലായിട്ട് ബുക്ക് മൈ ഷോയിലോട്ട് നമ്മൾ കയറി നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ട് കഥയുടെ പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സിനിമയെ പറ്റിയുള്ള ചെറിയ ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല മാർക്കോ എന്ന മൂവി മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തിന്റെ ഒരു സ്പിൻ ഓഫ് ആണെന്നുള്ള കാര്യം ഉണ്ണിമുഖൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു സ്പിൻ ഓഫ് ആണ്, അതായത് വേറെ ലെവൽ സ്പിൻ ഓഫ് ആണ് നമ്മൾ ഈ മൂവിയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ മൂവിക്ക് മിക്കായേലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കൊണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂവിക്ക് മിക്കായേലുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കാണാൻ ചാൻസ് ഇല്ല. കാരണം ഈ മൂവിയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു മൂവി മാർക്കോ എന്ന ഒറ്റ മൂവി കൊണ്ട് അവർ തീർക്കാനല്ല നോക്കുന്നത്, ഇതൊരു സീരീസ് ആയിട്ട് പാർട്ടായിട്ട് ഇറക്കാനാണ് അവർ നോക്കുന്നത്. സോ അത്ര എലമെന്റ്സ് ഈ ഒരു ക്യാരക്ടറുമായിട്ട് ബേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് തന്നെ മിക്കായേൽ എന്ന മൂവി കണ്ട ആ ഒരു മാർക്കോ ജൂനിയറിന്റെ ക്യാരക്ടർ അല്ലായിരിക്കും നമ്മൾ മാർക്കോ എന്ന മൂവിയിൽ കാണാൻ വേണ്ടി പോകുന്നത്. മിക്കായേൽ എന്ന മൂവിയിൽ മാർക്കോയെ വില്ലനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മിക്കായേൽ എന്ന മൂവിയിൽ മാർക്കോ വില്ലനായി എന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കുക. തന്റെ സഹോദരനെ കൊന്നതിന് പക തീർക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കോ ഇവിടേക്ക് വരുന്നത്, അല്ലാതെ വെറുതെ ഒരു കാര്യമില്ലാതെ വന്ന് പ്രതികാരം ചെയ്യുന്നതായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. സോ മാർക്കോ വന്നിട്ട് പ്രതികാരം ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. മിക്കായേൽ എന്ന മൂവിയിൽ വില്ലൻ ആണെങ്കിലും അയാൾ ഒരു റിയൽ ഹീറോ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കായേൽ എന്ന മൂവി കാണുന്നത് ഒരു സൈക്കോ പോലത്തെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ മാർക്കോയെ കാണാൻ പോകുന്നത് അത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള മാർക്കോനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. രണ്ടാളും ഒരേ ആൾ തന്നെയാണ്, പക്ഷെ ക്യാരക്ടേഴ്സ് ഡിഫറൻസ് ഉണ്ട്. മാർക്കോ എന്ന മൂവിയിൽ മിക്കായേൽ എന്ന മൂവിയിൽ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സിദ്ദിഖിന്റെ കഥാപാത്രമായിട്ടുള്ള ജോർജ് പീറ്റർ എന്ന കഥാപാത്രം, മറ്റൊന്ന് ഷാജോണിന്റെ കഥാപാത്രമായിട്ടുള്ള പാട്രിക് എന്ന കഥാപാത്രം, അതുപോലെ തന്നെ എബ്രഹാം ഡേവിസ്, ഫ്രാൻസിസ് ഡേവിസ്, ഇങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങളെ നമുക്ക് മാർക്കോ എന്ന മൂവിയിൽ കാണാൻ സാധിക്കും. ഇവരെല്ലാം തന്നെ മിക്കായേൽ എന്ന മൂവിയിലും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് കരുതി ഈ മൂവിക്ക് മിക്കായേലുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മാർക്കോയുടെ ബാക്ക് സ്റ്റോറിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ മാർക്കോയുടെ ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടായിരിക്കണം. സോ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു മൂവിയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. സോ എന്തായാലും നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മാത്രമല്ല മിക്കായേൽ എന്ന മൂവിയിൽ
പാട്രിക്കിനെ മൈക്കിൾ കൊന്നു കളയുന്നുണ്ട്. അതും ഐസക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോലീസ് കഥാപാത്രം പറഞ്ഞതിന്റെ പേരിന് മാത്രം. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പാട്രിക്കും ഈ ഐസക് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതായത് ബാക്ക് സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഈ മാർക്കോ എന്ന് പറഞ്ഞ മൂവി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സീരീസിലായിട്ട് അടുത്ത പാർട്ടുകൾ ചിലപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ മൂവിയിൽ നിവിൻ പോളി ഉണ്ടാവുമോ, അതായത് മൈക്കിളിന്റെ ക്യാമിയോ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നിവിൻ പോളി ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മൂവിയുടെ അണിയറ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഈ മൂവിയിൽ നിവിൻ പോളി ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ മൂവിയിൽ നിവിൻ പോളി ഉണ്ടാവാൻ വളരെ വളരെ ചാൻസ് കുറവാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഈ ഒരു മൂവി ബേസ് ചെയ്തിരിക്കുന്നത് ഒരു പക്ക റിവെഞ്ചിലൂടെ ആയിരിക്കും. അതായത് മാർക്കോ എന്ന ക്യാരക്ടറിന്റെ ഒരു വേറെ ലെവൽ റിവെഞ്ച് ആയിരിക്കും നമ്മൾ ഈ ഒരു മൂവിയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്തായിരിക്കും വരാൻ പോകുന്നുള്ള കാര്യം നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.